ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിനെ പറ്റിയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. ആ വീഡിയോയിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ, അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസിനെ പറ്റി, അതുപോലെ തന്നെ കുറച്ച് ടേംസും നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ചാപ്റ്റർ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യമേ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അക്കൗണ്ടിങ്ങിനെ പറ്റി നന്നായിട്ട് പറഞ്ഞിരുന്നു. അപ്പം ആ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ക്ലിയർ ആയെങ്കിൽ നമുക്ക് മുന്നോട്ട് ഈ ഒരു വീഡിയോയിലുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാകാനായിട്ട് പറ്റുള്ളൂ. സോ ഈ ആദ്യമേ തന്നെ നമുക്ക് ഇതിൽ പറയാനുള്ളത് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ഏതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ടൈപ്സ് എന്നുള്ളതാണ്. നമുക്കത് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഇത് മൂന്നെണ്ണമാണ് അക്കൗണ്ടിങ്ങിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത് മൂന്നും അക്കൗണ്ടിങ്ങിൻ്റെ ടൈപ്പാണ്. ഇതെങ്ങനെ ഡിഫറൻസ് വരുന്നത് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് നോക്കാം. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് Financial accounting assists keeping a systematic record of financial transaction, preparation and presentation of financial reports in order to achieve a measure of organization, success and financial soundness. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ സിസ്റ്റമാറ്റിക് റെക്കോർഡാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? ദ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിൻ്റെ പ്രിപ്പറേഷനെയും പ്രസൻറ്റേഷനെയും സഹായിക്കുന്നുണ്ട്. ഇൻ ഓർഡർ ടു അറൈവ് അറ്റ് എ മെഷർ ഓഫ് ഓർഗനൈസേഷൻ സക്സസ് ആൻഡ് ഫിനാൻഷ്യൽ സൗണ്ട്നെസ്. അത് എന്തൊക്കെ വഴിതെളിക്കുന്നു? ഓർഗനൈസേഷൻ സക്സസ്സിലേക്കും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ്സിനും കാരണമാകും. അപ്പോൾ എന്താണ് ഇതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതെന്താണ്? ഇവിടെ നമുക്ക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, നമ്മൾ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ ആദ്യമേ അക്കൗണ്ടിങ് ഡെഫിനേഷൻ പഠിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആയിരിക്കണം, ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഇത് എന്താണ്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ സിസ്റ്റമാറ്റിക് റെക്കോർഡിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അസിസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ നമ്മളെ പ്രിപ്പയർ ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനായിട്ട്, അതിലൂടെ ഓർഗനൈസേഷൻ്റെ സക്സസ് മെഷർ ചെയ്യാനും ഫിനാൻഷ്യലിന് ഒരു സൗണ്ട്നെസ്, അതായത് നല്ല ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഓർഗനൈസേഷൻ ഉണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നു. അതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളെ റെക്കോർഡ് ചെയ്യാനും അതിലൂടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിൻ്റെ പ്രസൻറ്റേഷനും പ്രിപ്പറേഷനും അതിലൂടെ ഓർഗനൈസേഷൻ്റെ സക്സസ് അച്ചീവ് ചെയ്യാനും ഫിനാൻഷ്യൽ സൗണ്ട്നെസ് അറൈവ് ചെയ്യാനായിട്ട് നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് റിലേറ്റ്സ് ടു പാസ്റ്റ് പീരീഡ്, സെർവ് ദ സ്റ്റെവാർഡ്ഷിപ്പ് ഫംഗ്ഷൻ ആൻഡ് ഈസ് മോണിറ്ററി ഇൻ നേച്ചർ. എന്താണ്? ഇത് പാസ്റ്റ് പീരീഡുമായിട്ട് റിലേറ്റഡ് ആണ്. കഴിഞ്ഞു പോയ ട്രാൻസാക്ഷൻസ് നമ്മളെപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം നമ്മളൊരു കഴിഞ്ഞ ദിവസത്തെ എക്സാമ്പിൾ തന്നെ ഞാൻ ഇന്നും എടുക്കുകയാണ്. ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ ആ മെഷീനറി പർച്ചേസ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം അതൊരു പാസ്റ്റ് പീരീഡിലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ നോക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു സ്റ്റെവാർഡ്ഷിപ്പ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, സ്റ്റെവാർഡായിട്ട് ആക്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് കാര്യസ്ഥനായി ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ആൻഡ് ഈസ് മോണിറ്ററി ഇൻ നേച്ചർ. ഇത് എന്ത് നേച്ചറാണ്? മോണിറ്ററി നേച്ചറാണ്. മണി റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കണം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രൈമർലി കൺസേൺ വിത്ത് പ്രൊവിഷൻസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇതെന്താണ്? ഇത് പ്രൈമർലി കൺസേൺ ചെയ്തിരിക്കുന്നത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക? എത്തിക്കുക, അല്ലെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ സിസ്റ്റമാറ്റിക് റെക്കോർഡും ഫിനാൻഷ്യൽ റിപ്പോർട്ടിൻ്റെ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ സക്സസ്സിന് കാരണമാകാനായിട്ടും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അതിനെല്ലാം അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് പാസ്റ്റ് പീരീഡുമായിട്ട് റിലേറ്റഡ് ആണ്. ഇതിൻ്റെ സ്റ്റെവാർഡ്ഷിപ്പ് ഫംഗ്ഷനായിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. മോണിറ്ററി ആയിരിക്കണം ഇതിൻ്റെ നേച്ചർ. പിന്നെ ഇതിൻ്റെ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എത്തിക്കുക എന്നുള്ളതാണ്. ദെൻ
സെക്കൻഡ് വൺ ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്നുള്ളത് ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് നോക്കാം. Cost accounting assists in analyzing the expenditure for ascertaining the cost of various products manufactured or service rendered by the firm and fixation of prices thereof. കോസ്റ്റ് അക്കൗണ്ടിങ് ആ പേരിനകത്ത് തന്നെ കിടപ്പുണ്ട്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പല പ്രോഡക്റ്റുകളും പല പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യാനും അല്ലെങ്കിൽ പല സർവീസസ് റെൻഡർ ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റിൻ്റെ അസർട്ടൈൻമെൻ്റ് ആണ്. അതായത് എക്സ്പെൻഡിച്ചർ ഒരു എന്തെങ്കിലും ഇപ്പം എക്സ്പെൻഡിച്ചറിൻ്റെ അനാലിസിസ് എന്ന് പറയാം, അതിനെയാണ് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇറ്റ് assist in analyzing the expenditure for ascertaining the cost of various products manufactured or service rendered by the firm. എന്താണ് മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെയോ അല്ലെങ്കിൽ റെൻഡർ ചെയ്യുന്ന സർവീസസിൻ്റെയോ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക, അതിലൂടെ എക്സ്പെൻഡിച്ചർ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മളെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതിലൂടെ അപ്പോൾ എന്തിനായിരിക്കും നമ്മൾ ഈ കോസ്റ്റ് എപ്പോഴും നമ്മൾ തീരുമാനിക്കുന്നത്? അതെ, കോസ്റ്റ് നമ്മൾ തീരുമാനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ കൂടെ നമുക്കിപ്പം നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു പ്രൈസ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം ഒരു സപ്പോസ് ഫോർ എക്സാമ്പിൾ നമ്മളൊരു പേന മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നിരിക്കട്ടെ. നമ്മളൊരു പേന മാനുഫാക്ചർ ചെയ്യുമ്പം അതിൻ്റെ കോസ്റ്റ് ഒരു ഏകദേശം ഒരു 8 രൂപയാണെന്നിരിക്കട്ടെ. ഇപ്പം അതിൻ്റെ ആ ഒരു കവറിങ്ങിനും അതുപോലെ തന്നെ അതിനകത്തുള്ള ജെല്ലിനും ഇതിനെല്ലാം കൂടെ നമ്മൾ കൂട്ടി നമുക്ക് കോസ്റ്റ് 8 രൂപയെന്ന് കിട്ടി. അപ്പോൾ ഒരു ഏകദേശം നമുക്കൊരു 2 രൂപ പ്രോഫിറ്റ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ 10 രൂപ പ്രൈസ് ഫിക്സ് ചെയ്യും. അപ്പം ആ 10 രൂപ എന്നുള്ളൊരു പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ എന്താണ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒന്നും നോക്കാതെ ഒരു പേനയ്ക്ക് നമ്മളൊരു 8 രൂപ എന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവിടെ നിന്ന് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അവിടെ ആ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ അതാണ്. It also help in controlling the cost and providing necessary costing information to management for decision making. ഇതെന്താണ്? ഇത് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കോസ്റ്റിംഗ് ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യാനായിട്ടും അതിലൂടെ ഡെസിഷൻ മേക്കിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. സോ അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. പല പ്രോഡക്റ്റിൻ്റെ കോസ്റ്റുകൾ നമ്മൾ കണ്ടുപിടിക്കും, എന്നിട്ട് ആ എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാനും അസസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് പ്രൈസസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ നമുക്ക് കോസ്റ്റ് കണ്ടുപിടിക്കുമ്പം എവിടെയാണ് കോസ്റ്റ് കൂടുതലെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും കൺട്രോളിങ് മെഷേഴ്സ് വേണം, അതിലൂടെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മളെ സഹായിക്കുകയും വേണ്ട വിധത്തിലുള്ള ഡെസിഷൻസ് എടുക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പം നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞു, കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞു. അടുത്തതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. Management accounting deals with the provisions of necessary accounting information to people within the organization to enable them in decision making, planning and controlling business operation. Management accounting എന്ന് പറയുമ്പം അത് ഡീൽ ചെയ്യുന്ന എന്താണ്? നെസസറി ആവശ്യത്തിനുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ പ്രൊവിഷൻസ് ആണ് ഇത് ഡീൽ ചെയ്യുന്നത്. ടു പീപ്പിൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ ടു ഇനേബിൾ ദം ഇൻ ഡെസിഷൻ മേക്കിംഗ്, പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ബിസിനസ് ഓപ്പറേഷൻ. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഡെസിഷൻ മേക്കിങ്ങിനെ ഇനേബിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ഓപ്പറേഷൻസ് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അതായത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ആവശ്യത്തിനുള്ള പ്രൊവിഷൻസ് ആണ് ഇവിടെ നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ്ങിന് ആ ഒരു കാര്യങ്ങളിലാണ് അവർ അസിസ്റ്റ് ചെയ്യുന്നത്. It draws the relevant information mainly from financial accounting and cost accounting, which help the management in budgeting, assessing profitability, taking pricing decision, capital expenditure decision and so on. എന്താണ് ഇത് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് എന്തെടുക്കുന്നുണ്ട്? ഡ്രോ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മളിപ്പോൾ 2 അക്കൗണ്ടിങ് പറഞ്ഞു, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും. ഇവരുടെ രണ്ട് അക്കൗണ്ടിങ്ങിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആദ്യമേ ആ ഡേറ്റ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? അവർ ബഡ്ജറ്റ് ചെയ്യും, എന്നിട്ട് പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് അസസ് ചെയ്യും, പ്രൈസിങ് ഡെസിഷൻ എടുക്കും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡെസിഷൻ എടുക്കും. ഇങ്ങനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഡ്രോ ചെയ്യും. ആ ഒരു അക്കൗണ്ടിങ് ഫങ്ഷൻ ഇവർ ചെയ്യുന്നത്. ദെൻ besides it generate other information such as quantitative and qualitative, financial and non-financial, which are related to the future and is relevant for decision making in the organization. എന്താണ്
ഇത് കൂടാണ്ട് ഇവർ ക്വാണ്ടിറ്റേറ്റീവായിട്ടും ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യും. ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യൽ ഡേറ്റയും നമ്മൾ ഇത്രയും നേരവും പറഞ്ഞുകൊണ്ടിരുന്ന അക്കൗണ്ടിങ്ങിനകത്ത് നമ്മൾ നോൺ ഫിനാൻഷ്യൽ ഡേറ്റയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പറഞ്ഞ സമയത്ത് പോലും ഫിനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മോണിറ്ററി ക്യാരക്ടറിസ്റ്റിക്സിലുള്ള കാര്യങ്ങൾ വേണം എടുക്കാൻ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റയോ നോൺ ഫിനാൻഷ്യൽ ഡേറ്റയോ ഒന്നും നമ്മൾ പറഞ്ഞിരുന്നില്ല. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ എന്താണ്, ഇത് രണ്ടും എടുക്കുന്നുണ്ട്. അപ്പം അതെന്താണ്, അത് നമുക്ക് ഫ്യൂച്ചർ ഡെസിഷൻ മേക്കിങ്ങിനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതിലൂടെ ഓർഗനൈസേഷന് ഡെസിഷൻ പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട് ഇവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ such information include sales forecast, cash flow, purchase requirements, manpower needs, environmental data about effects on air, water, land, natural resources, flora, fauna, ഹ്യൂമൻ ഹെൽത്ത്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എക്സെട്ര. ഈ പറയുന്ന എല്ലാ കാര്യത്തിനും സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യട്ടെ, ക്യാഷ് ഫ്ലോ ആവട്ടെ, പർച്ചേസ് റിക്വയർമെൻ്റ് ആവട്ടെ, മാൻ പവർ നീഡ്സ് ആവട്ടെ, അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഇങ്ങനെയുള്ള ഏത് ഇൻഫർമേഷനും നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ ഇവർക്ക് എന്താണ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിലൂടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് പ്രോപ്പറായിട്ട് ഡെസിഷൻസ് എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പം ഇത്ര ഉള്ളൂ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പല അക്കൗണ്ടിങ് ഡേറ്റയും ഇവർ കളക്ട് ചെയ്യും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ 2 അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഇവർ ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് നോൺ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങോ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള നോൺ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ല, നോൺ ഫിനാൻഷ്യൽ ഡേറ്റയോ ക്വാളിറ്റേറ്റീവ് ഡേറ്റയോ എന്തും ഇവരെടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ബേസിൽ ഇവർ ബഡ്ജറ്റ് ഫോർകാസ്റ്റ് ചെയ്യുകയും പ്രോഫിറ്റബിലിറ്റി അസസ് ചെയ്യുകയും അതിലൂടെ പ്രോപ്പറായിട്ട് ഡെസിഷൻ മേക്കിംഗ് ചെയ്യുകയും ചെയ്യും. അതാണ് ഇവരുടെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ, ദെൻ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. അടുത്ത നമുക്ക് പറയാനുള്ളത് അക്കൗണ്ടിങ്ങിൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പയറബിലിറ്റി. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ 4 ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമുക്കിത് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റിലയബിലിറ്റി. എന്താണ് റിലയബിലിറ്റി? റിലയബിലിറ്റിയുടെ മലയാളം എന്ന് പറയുന്നത് വിശ്വാസ്യത എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഇറ്റ് മീൻസ് ദ യൂസേഴ്സ് മസ്റ്റ് ബി ഏബിൾ ടു ഡിപ്പെൻഡ് ഓൺ ഇൻഫർമേഷൻ. എന്താണ് യൂസേഴ്സിന്, നമ്മൾ എക്സ്റ്റേണൽ യൂസേഴ്സും ഇൻറ്റേർണൽ യൂസേഴ്സും പറയുകയുണ്ടായി. അപ്പം അവർക്കൊക്കെ എന്താണ്, അവർക്ക് ഇൻഫർമേഷനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റണം. The reliability of accounting information is determined by the degree of correspondence between what the information conveys about the transactions or events that have occurred, measured and displayed. എന്താണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ റിലയബിലിറ്റി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? ഡിറ്റർമൈൻഡ് ബൈ ദ ഡിഗ്രി ഓഫ് കറസ്പോണ്ടൻറ്റ് ബിറ്റ്വീൻ വാട്ട് ദ ഇൻഫർമേഷൻ കൺവേസ്. എന്താണ് ആ ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇവൻറ്റിനെ പറ്റി എന്താണ് ആ ഇൻഫർമേഷൻ കൺവേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റണം. ഓർ ഇവൻറ്റ്സ് ദാറ്റ് ഹാവ് ഒക്കേർഡ്, മെഷേർഡ് ആൻഡ് ഡിസ്പ്ലേഡ്. അപ്പം ഇത് ഉദ്ദേശിക്കുന്നതാണ്, അതായത് നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ റിലയബിലിറ്റി അല്ലെങ്കിൽ വിശ്വാസ്യത തീരുമാനിക്കുന്നത് എന്താണ് ആ ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒക്കർ ചെയ്യുന്ന ഇവൻറ്റും അതായത് ഇത്രേ ഉള്ളൂ. നമ്മളിപ്പം ഒരു അക്കൗണ്ടിങ്ങിൽ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു ഇൻഫർമേഷനിൽ നമുക്ക് എന്തുമാത്രം വിശ്വസിക്കാം, അല്ലെങ്കിൽ എന്തുമാത്രം നമുക്ക് അവർ ആ പറയുന്ന, ആ മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഡിസ്പ്ലേ ചെയ്യുന്ന ആ ഇൻഫർമേഷനിൽ നമുക്ക് എന്തുമാത്രം വിശ്വസിക്കാം എന്നുള്ളത് മെഷർ ചെയ്യുന്നതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ a reliable information should be free from error and bias and faithfully represent what is meant to represent. എന്താണ് ഒരു റിലയബിൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്? എറർ ഫ്രീ ആയിരിക്കണം, തെറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ എന്തുണ്ടാവാൻ പാടില്ല? ബയാസ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ എന്താണ്? ആൻഡ് ഫെയ്ത്ത്ഫുള്ളി റെപ്രസെൻറ്റ് വാട്ട് ഈസ് മീൻ ടു റെപ്രസെൻറ്റ്. എന്താണത് റെപ്രസെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് അത് റെപ്രസെൻറ്റേറ്റ് ചെയ്യണം. To ensure reliability, the information disclosed must be credible, verifiable by independent parties, use the same method of measuring and be neutral and faithful. എന്താണ് റിലയബിലിറ്റി എൻഷുർ ചെയ്യാനായിട്ട് എന്താണ് ഇൻഫർമേഷൻ ഡിസ്ക്ലോസ്ഡ് മസ്റ്റ് ബി ക്രെഡിബിൾ. ഡിസ്ക്ലോസ് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ക്രെഡിബിൾ ആയിരിക്കണം. വെരിഫിയബിൾ ബൈ ഇൻഡിപെൻഡൻറ്റ് പാർട്ടീസ്. എന്താണ് ഇൻഡിപെൻഡൻറ്റ് പാർട്ടീസിന് അത് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റണം. യൂസ് ദ സെയിം മെത്തേഡ് ഓഫ് മെഷറിങ് ആൻഡ് ബി ന്യൂട്രൽ ആൻഡ് ഫെയ്ത്ത്ഫുൾ. എന്താണ്
സെയിം മെത്തേഡ് ഓഫ് മെഷറിങ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ന്യൂട്രലും ഫെയ്ത്ത്ഫുള്ളും ആയിരിക്കണം ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, അതിനെ ഇപ്പം നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷനെ ആശ്രയിക്കുന്ന യൂസേഴ്സിന് അത് എന്തുമാത്രം റെലവൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നു, എത്ര എറർ ഫ്രീ ഇല്ലാണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം, അതാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. വിശ്വാസ്യത, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ അത് യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, അവർക്ക് ഡെസിഷൻ മേക്കിങ്ങിന് പറ്റണം. അപ്പം അക്കൗണ്ടൻ്റ് ആ ഒരു രീതിയിൽ വേണം ആ ഒരു അക്കൗണ്ടിങ് എപ്പോഴും ചെയ്യാനായിട്ട്. അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഒരു ഓർഗനൈസേഷൻ്റെ ഡെസിഷന് മുന്നോട്ടുള്ള ഫ്യൂച്ചറിലുള്ള ഓരോ ഡെസിഷനും ഇത് പ്രയോജനപ്പെടേണ്ടതാണ്. അപ്പം ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം. അതാണ് റിലയബിലിറ്റി. ദെൻ റെലവൻസ്. To be relevant, information must be available in time and must be help in prediction and feedback and must influence the decision of users. എന്താണ് റെലവൻ്റ് ആവുക എന്ന് പറയുമ്പം ഇൻഫോർമേഷൻ ടൈംലി അവൈലബിൾ ആകണം. ഒരു കാര്യം കറക്റ്റ് ടൈമിൽ അവൈലബിൾ ആകണം. അതാണ് റെലവൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രഡിക്ഷൻ. എന്താണ് അത് പ്രഡിക്ഷന് നമ്മളെ സഹായിക്കണം. അതുപോലെ തന്നെ നല്ല ഫീഡ്ബാക്ക് തരുന്നതായിരിക്കണം. അതുപോലെ തന്നെ ഡെസിഷൻ യൂസേഴ്സിന് ഡെസിഷൻ എടുക്കാനായിട്ട് പറ്റണം. എന്തൊക്കെ ഡെസിഷനാണെന്ന് നോക്കാം. ഹെൽപ്പ് ദം ഫോം പ്രഡിക്ഷൻ അബൌട്ട് ദ ഔട്ട്കംസ് ഓഫ് പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ ഇവൻറ്റ്സ്. പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ ഇവൻറ്റ്സിൻ്റെ ഔട്ട്കംസ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ കൺഫേമിങ് ഓർ കറക്റ്റിംഗ് ദർ പാസ്റ്റ് ഇവാലുവേഷൻ. പാസ്റ്റ് ഇവാലുവേഷൻസ് ഒക്കെ എന്താണ് കൺഫേം ചെയ്യാനായിട്ടും കറക്റ്റ് ചെയ്യാനായിട്ടും പറ്റണം. അപ്പം ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് ടൈംലി ആയിട്ട് ഇൻഫർമേഷൻ അവൈലബിൾ ആകണം. ഫ്യൂച്ചറിലുള്ള ഇപ്പം എന്തെങ്കിലും ഔട്ട്കം, എന്ത് ഔട്ട്കം ആണോ ഒരു ഫ്യൂച്ചർ ഇവൻറ്റിന് എന്തായിരിക്കും അതിൻ്റെ ഔട്ട്കം എന്നും, പാസ്റ്റ് ഇവാലുവേഷൻസ് നമുക്ക് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് റെലവൻസ്. ദെൻ അണ്ടർസ്റ്റാൻഡബിലിറ്റി. എന്താണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി? It means decision makers must interpret accounting information in the same sense as it is prepared and conveyed to them. എന്താണ് ഡെസിഷൻ മേക്കേഴ്സ് കറക്റ്റായിട്ട് ഇൻ്റർപ്രറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇൻ ദ സെയിം സെൻസ് ആസ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് കൺവേഡ് ടു ദം. എന്താണ് എങ്ങനെയാണോ അവരെ കൺവേ ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഇൻ്റർപ്രിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാവണം. എങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കണം ആ രീതിയിൽ തന്നെ അവരുമായിട്ട് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. The qualities that distinguish between good and bad communication in a message are fundamental to the understandability of the message. എന്താണ് നല്ലത് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു മെസ്സേജ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്താണ് നല്ലത് എന്താണ് ചീത്തത് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കി വേണം എന്താണ് മെസ്സേജ് കൺവേ ചെയ്യാനായിട്ട്. Then a message is said to be effectively communicated when it is interpreted by the receiver of the message in the same sense in which the sender has it. സെൻഡർ എങ്ങനെയാണോ എന്താണോ ഉദ്ദേശിച്ചത് അതേ രീതിയിൽ തന്നെയായിരിക്കണം റിസീവർ അതിനെ ഉൾക്കൊള്ളേണ്ടത്. അല്ലാതെ അത് വേറൊരു രീതിയിലാകാനായിട്ട് പാടില്ല. അപ്പം സെൻഡർ ആ പ്രോപ്പറായിട്ടുള്ള രീതിയിലായിരിക്കണം എന്ത് ചെയ്യാൻ അക്കൗണ്ടൻറ്റ് കറക്റ്റായിട്ട് അതിൻ്റെ യൂസേഴ്സിന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. അല്ലാതെ അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ പറയുന്നത് വേറൊരു കാര്യം, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വേറൊരു കാര്യം ആവാൻ പാടില്ല. സെയിം കാര്യങ്ങൾ തന്നെയായിരിക്കണം. എന്താണോ അക്കൗണ്ടൻറ്റ് ഉദ്ദേശിച്ചത് അത് തന്നെ യൂസേഴ്സിന് മനസ്സിലാവുകയും വേണം. Accountant should be comparable information in most intelligible manner without sacrificing relevance and reliability. എന്താണ് അക്കൗണ്ടൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവണം ഇൻഫോർമേഷൻസ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള രീതിയിൽ അതിന് കമ്പയർ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അവിടെ ഒരിക്കലും റെലവൻസോ റീലബിലിറ്റിയോ വിടാൻ പാടില്ല. റെലവൻസും റീലബിലിറ്റിയും ഒക്കെ നോക്കിക്കൊണ്ട് കറക്റ്റായിട്ട് ഇൻ്റലിജൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം ഇൻഫോർമേഷൻസ് കമ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യണം. അതാണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അക്കൗണ്ടൻ്റ് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് പ്രോപ്പറായിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ രീതിയിൽ തന്നെ യൂസേഴ്സിന് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് അത് എന്ത് ചെയ്യണം റീലബിലിറ്റിയും റെലവൻസും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ കമ്പാരിസൺ ഇൻ്റലിജൻ്റായിട്ട് നടത്താനായിട്ട് ശ്രമിക്കുകയും വേണം. ദെൻ കമ്പയറബിലിറ്റി. It is not sufficient that financial information is relevant and reliable at a particular time, in a particular circumstance, or for a particular reporting entity. But it is equally important that the users of general
general purpose financial reports are able to compare various aspects of an entity over different time period and with the other entities. എന്താണ് നമുക്ക് ഇപ്പം നമ്മൾ നേരത്തെ ഇപ്പം ഓൾറെഡി മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, റെലവൻറ്റ്, റീലബിലിറ്റിയും അണ്ടർസ്റ്റാൻഡബിലിറ്റി. ഈ കമ്പയറബിലിറ്റി എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്നെണ്ണമാണ്. പക്ഷേ എന്താണ് കമ്പയറബിലിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ദാറ്റ് യൂസേഴ്സ് ഓഫ് ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആർ ഏബിൾ ടു കമ്പയർ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ആൻ എൻറ്റിറ്റി ഓവർ ഡിഫറെൻറ്റ് ടൈം പീരീഡ് ആൻഡ് വിത്ത് അതർ എൻറ്റിറ്റീസ്. എന്താണ് ഒരു ഓർഗനൈസേഷനിൽ പല ടൈം പീരീഡിൽ, അതായത് കഴിഞ്ഞ വർഷം, അതിന് മുമ്പത്തെ വർഷം, അങ്ങനെ ഓരോ വർഷം നമ്മളിപ്പം ഇയർലി ആണ് ഒരു റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് എങ്കിൽ കഴിഞ്ഞ വർഷം, അതിന് മുമ്പിലത്തെ വർഷം എന്നുള്ള രീതിയിൽ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റണം. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എങ്കിൽ പോലും കമ്പയറബിലിറ്റിക്കും അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ദെൻ to be comparable, accounting reports must belong to a common period and use common unit of measurement and format of reporting. എന്താണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എന്താണ് ഒരു കോമൺ പീരീഡിൽ കോമൺ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റിൽ വേണം നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് കൊണ്ടുവരാനായിട്ട്. അതായത് നമ്മൾ എല്ലാ വർഷവും കമ്പയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ ഇയർലി ചെയ്യുകയാണെങ്കിൽ ഇയർലി റിപ്പോർട്ട് കൊണ്ടുവരിക, അല്ലാതെ ഇയർലിയും ക്വാർട്ടർലി ആയിട്ടോ അല്ലെങ്കിൽ ഇയർലിയും മന്ത്ലി ആയിട്ടോ ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. ഒരേ പീരീഡിൽ, അതുപോലെ തന്നെ ഒരേ യൂണിറ്റിൽ, ഇപ്പം റുപ്പിയിലാണെങ്കിൽ റുപ്പിയിൽ ചെയ്യുക, ആ രീതിയിൽ തന്നെ ഒരേ യൂണിറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മെഷർ ചെയ്യാനായിട്ട് പറ്റണം. പലതും പലതാവാനായിട്ട് പാടില്ല. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് റെലവൻസും റീലബിലിറ്റിയാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ പോലും സെയിം തന്നെ ഇമ്പോർട്ടൻസ് എന്തിനുമുണ്ട്, കമ്പയറബിലിറ്റിക്കും ഉണ്ട്. നമുക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരേ ടൈം കോമൺ പീരീഡ് യൂസ് ചെയ്യുക, ഒരേ കോമൺ യൂണിറ്റും നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. സോ ദീസ് ആർ ദ 4 ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. ഇനി നമുക്ക് പറയാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ് ഒബ്ജക്റ്റീവ്സ് ആണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്, then calculation of profit and loss, then depiction of financial position, then providing accounting information to its users. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. എന്താണ് accounting is used for the maintenance of systematic record of all financial transactions in the books of account. അക്കൗണ്ടിങ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം എല്ലാ ഫിനാൻഷ്യൽ, നമ്മൾ തുടക്കം തൊട്ടേ ഡെഫിനേഷൻ തൊട്ടേ പറയുന്നുണ്ട്, എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. Even the most brilliant executive or manager cannot accurately remember the numerous amount of varied transactions such as purchase, sales, receipts, payments, etc. that take place in a business every day. ഒരു എത്ര ബുദ്ധിയുള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ പോലും, എത്ര ബ്രില്യൻ്റ് ആണ്, എക്സിക്യൂട്ടീവ് ആണ്, മാനേജറാണ് എന്ന് പറഞ്ഞാൽ പോലും ഒരുപാട് എമൗണ്ടുകൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഓർത്ത് വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം, അതാത് കണക്കുകൾ നമ്മൾ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കണം. Hence, a proper and complete record of all business transactions are kept regularly. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ബിസിനസ് ട്രാൻസാക്ഷൻസ് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. എത്ര ബ്രില്യൻ്റ് ആണ് ഒരു കമ്പനിയുടെ മാനേജർ ആണെന്ന് പറഞ്ഞാൽ പോലും ഡെയിലി ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവണം, പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പം അതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. ദെൻ മോറോവർ ദ റെക്കോർഡഡ് ഇൻഫർമേഷൻ എനേബിൾസ് വെരിഫിയബിലിറ്റി ആൻഡ് ആക്ട് ആസ് എൻ എവിഡൻസ്. അത് കൂടാണ്ട് നമുക്ക് എന്ത് കാര്യത്തിനും ഒരു തെളിവ്, ഒരു എവിഡൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ബുക്സ് ഓഫ് അക്കൗണ്ടിങ് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ദെൻ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കാൽക്കുലേഷൻ നമുക്കറിയാമല്ലോ. അത്
The owners of business are keen to have an idea about the net result of their business operation periodically. That is whether the business has earned profit or incurred losses. എന്താണ് ബിസിനസ് ഇപ്പം ബിസിനസ്സിൻ്റെ ഓണേഴ്സിന് എപ്പോഴും എന്തുണ്ടാവണം, ബിസിനസ് ഓപ്പറേഷൻസിൻ്റെ പീരിയോഡിക്കലായിട്ട് റിവ്യൂ ചെയ്തിട്ട് അതിൻ്റെ നെറ്റ് റിസൾട്ട്, അതായത് അത് പ്രോഫിറ്റ് ആണോ അതോ എന്തെങ്കിലും ലോസ് ആണോ എന്നുള്ള കാര്യങ്ങൾ അവർക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് അവർ അറിഞ്ഞിട്ടുണ്ടാവണം. Thus, another objective of accounting is to ascertain the profit earned or loss sustained by a business during an accounting period, which can be easily worked out with the help of records of income and expenses relating to business by preparing profit and loss account for the period. അപ്പോൾ എന്താണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടുത്തൊരു ഒബ്ജക്റ്റീവാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഒരു അക്കൗണ്ട് നമ്മൾ പിന്നീട് നിങ്ങൾ പഠിക്കും, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പം അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ഇൻകം ഉണ്ടോ അത് നമ്മൾ ലിസ്റ്റ് ചെയ്യും, പിന്നീട് നമുക്ക് എത്ര എക്സ്പെൻസ് ഉണ്ടോ അത് നമ്മൾ ലിസ്റ്റ് ചെയ്യും. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ് ആണെങ്കിൽ ലോസ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ചിലവാണ് കൂടുതലെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ലോസ് ആയിരിക്കും. അല്ല, ഇൻകം ആണ് കൂടുതലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് നമുക്ക് എന്താണ്, അക്കൗണ്ടിങ് ആവശ്യമാണ്. അതും ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. എങ്കിൽ മാത്രമേ ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം, കമ്പനി ലോസ് ആണ്, അപ്പം എവിടെയോ ഒരിടത്ത് ചിലവ് കൂടുന്നുണ്ട്, ഇതൊക്കെയാണ് നമ്മുടെ ചിലവ്. അപ്പോൾ ഈ ചിലവ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റിയെങ്കിൽ നമുക്ക് എന്താണ്, പ്രോഫിറ്റിലേക്ക് മാറാം എന്നുള്ള ഐഡിയ മാനേജേഴ്സിനും മറ്റ് എക്സിക്യൂട്ടീവ്സിനൊക്കെ കിട്ടത്തുള്ളൂ. പ്രോഫിറ്റ് റെപ്രസെൻറ്റ്സ് എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ്. നമ്മളിപ്പോൾ പറഞ്ഞ തന്നെ, അതായത് ഇൻകം ആണ് കൂടുതലോ എങ്കിൽ നമുക്ക് എന്തായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും. If the total revenue of a given period is rupees 6 lakh and total expense are rupees 5,40,000, the profit will be equal to 60,000. If, however, the total expense exceeds the total revenue, the difference reflects the losses. നമുക്ക് മനസ്സിലാക്കാമല്ലോ. അതായത് ഇവിടെ നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത് 6 lakh ആണ്, നമ്മുടെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 5,40,000 ആണ്. സോ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 60,000 ആണ്. അതായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് തിരിച്ച് ഇതായിരുന്നു നമ്മുടെ ചിലവ്, 6 ലക്ഷമാണ് നമ്മുടെ ചിലവ്, പക്ഷെ 5,40,000 നമുക്ക് വരുമാനമുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ 60,000 തന്നെ എന്തായിരിക്കും, ലോസും ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ദെൻ depiction of financial position. Accounting also aim at ascertaining the financial position of a business concern in the form of its assets and liabilities at the end of every accounting period. അക്കൗണ്ടിങ്ങിൻ്റെ ഇത് നമ്മുടെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവാണ്. അതായത് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് എന്താണ്, ascertaining the financial position of a business concern in the form of its assets and liabilities at the end of every accounting period. എല്ലാ അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനവും എന്താണ്, നമ്മൾ അസറ്റ്സും ലയബിലിറ്റീസും കാൽക്കുലേറ്റ് ചെയ്യും. ഒരു കമ്പനിയെ സംബന്ധിച്ച് എത്രയാണ് അതിൻ്റെ അസറ്റ്, എത്രയാണ് അതിൻ്റെ ലയബിലിറ്റീസ്, എത്രയാണ് അതിൻ്റെ ബാധ്യത എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, പ്രോഫിറ്റ് എത്രയാണ് ലോസ് എത്രയാണെന്നാണ് അറിയാൻ പറ്റുക. പക്ഷെ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ആ ഓരോ അക്കൗണ്ടിങ് പീരീഡിലും അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിലൂടെ മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ പ്രോപ്പർ റെക്കോർഡ് ഓഫ് റിസോഴ്സസ് ഓൺഡ് ബൈ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് ക്ലെയിംഡ് അഗെയിൻസ്റ്റ് സച്ച് റിസോഴ്സസ് ഫെസിലിറ്റേറ്റ് ദ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് നോൺ ആസ് ബാലൻസ് ഷീറ്റ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ നേരത്തെ പ്രോഫിറ്റും നമ്മൾ ഇൻകവും എക്സ്പെൻസസും കണ്ടുപിടിക്കാനായിട്ട്, പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ അസറ്റ്സ്, അതായത് ഒരു ബിസിനസ് ഓൺ ചെയ്യുന്ന റിസോഴ്സസിൻ്റെ ഒരു റെക്കോർഡ്, അതാണ് അസറ്റ്സ്. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിന് എന്തുമാത്രം ബാധ്യതയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ലയബിലിറ്റീസ്. ഇത് രണ്ടും കൂടെ കാണിക്കുന്ന ഒരു അക്കൗണ്ടാണ് ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ടും കൂടെ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിലൂടെ മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെപ്പിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത ആ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഡിപ്പിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ദെൻ പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ടു ഇറ്റ്സ് യൂസേഴ്സ്. എന്താണ്, യൂസേഴ്സിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും.
എന്താണ്? The accounting information generated by accounting process is communicated in the form of reports, statements, graphs and charts to the users who need it in different decision situation. എന്താണ്? അക്കൗണ്ടിങ് പ്രോസസ്സിൽ ഇപ്പം പല അക്കൗണ്ടിങ് പ്രോസസ്സിലും ജനറേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ഇൻ ദ ഫോം. നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? ഒന്നെങ്കിൽ റിപ്പോർട്ടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഗ്രാഫായിട്ട്, അതും അല്ലെങ്കിൽ ചാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? യൂസേഴ്സിനെ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെസിഷൻ എന്താണ് എടുക്കേണ്ടതെന്നുള്ളത് അവർക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും. പിന്നെന്താണ്? ദർ ആർ 2 മെയിൻ യൂസർ ഗ്രൂപ്പ്സ്. നമ്മൾ നേരത്തെയും പറഞ്ഞു, ഇൻറ്റേർണൽ യൂസേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഓർഗനൈസേഷനുള്ളിലുള്ളവരാണെന്ന് പറഞ്ഞു. സോ ദേ ആർ മെയിൻലി മാനേജ്മെൻറ്റ് who need timely information on cost of sales, profitability, etc. for planning, controlling and decision making. എന്താണ്? ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് മാനേജ്മെൻ്റ് ആണ്. അവർക്ക് ടൈംലി ആയിട്ട് ഇൻഫർമേഷൻ ആവശ്യമാണ്. അവർക്ക് സെയിൽസും പ്രോഫിറ്റബിലിറ്റിയും അസസ് ചെയ്യാനും അതിലൂടെ പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനും ഡെസിഷൻ മേക്കിങ്ങിനും അവർക്കത് ആവശ്യമാണ്. പിന്നെ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ who have limited authority, ability and resources to obtain necessary information and have to rely on financial statement. എന്താണ്? അവർക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റണം. അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അവരെന്താണ് കൂടുതലായിട്ട് വിശ്വസിക്കുകയും വേണം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. സോ ഇത്രയാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് അക്കൗണ്ടിങ്ങിൻ്റെ ടൈപ്സും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ നമ്മുടെ 4 ഒബ്ജക്റ്റീവ്സുമാണ്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതുകൂടാണ്ട് സെക്കൻഡ് പാർട്ടിൽ ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്കിനി ഒരു പാർട്ടും കൂടി ഉണ്ട്. ആ പാർട്ടിനകത്ത് നമുക്ക് ബാക്കി ഡേറ്റയും കൂടെ കാണാം. സോ താങ്ക് യു.